ഹലോ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കുട്ടി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും നമുക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഈശ്വര, ഇതൊക്കെ കുറേ ഉണ്ടല്ലോ പഠിച്ചെടുക്കാനായിട്ട്, ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും? നമുക്കിതെല്ലാം അതും ഒരു കടൽ പോലെ ആയിട്ടായിരിക്കും അല്ലേ തോന്നുക. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ ടെക്സ്റ്റ് ബുക്ക് ആയാലും നോട്ട് ബുക്കുകളായാലും കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും? നമുക്കിപ്പോൾ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ അല്ലേ. ആ റിവിഷൻ ചെയ്യാൻ കിട്ടുന്ന ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഇതുവരെ പഠിച്ച അപ്പോൾ ആ കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് പഠിച്ചെടുക്കണം. അങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അധികം സമയമില്ല അല്ലേ. മൊത്തത്തിൽ ഇരുന്നിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് വായിച്ചു നോക്കാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് മൊത്തത്തിൽ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് ആകെ കൂടെ ഒരേ ഒരു വഴിയുള്ളൂ അല്ലേ. എന്താണത്? ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത്? കുറേ പേര് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എങ്ങനെയായിരിക്കും ചെയ്യുക? കുറേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡയലോഗുകളൊക്കെ അങ്ങനെ തന്നെ എഴുതും അല്ലേ. ഭയങ്കര പാരാവാരം പോലെ എസ്സേ എഴുതുന്ന പോലെയൊക്കെ ആയിരിക്കും അല്ലേ കുറേ പേര് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? ഉപകാരമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കുറേ സമയം വേസ്റ്റ് ആയി പോകാന്നല്ലാതെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉപകാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗുണമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്, അത് ചെയ്യാനായിട്ട് എന്തൊക്കെ ടിപ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വേഗം തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ വേണം നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ടല്ലേ, എല്ലാതും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കും. പക്ഷെ എന്തായിരിക്കും, കുറേ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ നല്ലോണം നീട്ടി വലിച്ച് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് തലേ ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ആകെ പട പ്രശ്നമായിരിക്കും അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊന്നും വായിച്ചെത്തില്ല, ഒന്നും കംപ്ലീറ്റ് ആവുകയും ചെയ്യില്ല അല്ലേ. അങ്ങനെ ഒന്നും പകുതി പഠിച്ചിട്ടായിരിക്കും ചില സമയത്തൊക്കെ നമ്മൾ എക്സാം ഒക്കെ എഴുതാനായിട്ട് പോവുക. അങ്ങനെ എഴുതാൻ പോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇനി മുതൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി നമ്മൾ അടിപൊളിയായിട്ട് എക്സാമിൻ്റെ തലേന്നായാൽ പോലും നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗങ്ങളും വേഗം ഒന്ന് മറച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ തരത്തിലുള്ള നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് പോകാൻ പോവാണ് എൻ്റെ കുട്ടികളെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് എങ്ങനെയാണ് ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണിത് ഓരോന്നോരോന്നായിട്ട് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം? ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? സിലബസ് അറിഞ്ഞിരിക്കണം. നമ്മൾ എപ്പോഴും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇതിപ്പോൾ മിസ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ ബയോളജിയുടെ കാര്യമായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഇത് ഏത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ടിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ കേസിലായാലും ഇത് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് പഠിച്ചോട്ടെ അതിലൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തറിയണം? നമ്മൾ നന്നായിട്ട് നമ്മൾ ബയോളജിയിൽ അല്ലേ, നമ്മുടെ ഇപ്പോൾ മിസ് ഇപ്പോൾ നീറ്റ് ബയോളജി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ആയാലും നിങ്ങൾ പഠിക്കുന്നത് എന്താണോ അതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സിലബസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ സിലബസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു നോട്ടിൽ ഇപ്പോൾ ഒരു പോർഷൻ നമ്മൾ എഴുതി, അത് ഒരു ചാപ്റ്ററിലെ ഇപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ ഒരു ടോപ്പിക്കാണ് നമ്മൾ എഴുതിയത്. അതിനുശേഷം നമ്മൾ ആ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വേറൊരു ടോപ്പിക് എഴുതിയാൽ ശരിയാവോ? പറ്റില്ല അല്ലെ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തീരെ ഒരു ഓർഗനൈസർ അല്ലാത്ത പോലെ തോന്നും. നമുക്ക് എവിടെയാണ് ഏത് ചാപ്റ്റർ നമുക്ക് ലാസ്റ്റ് റിവിഷൻ എന്നൊക്കെ നടത്തുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് പോയി കിടക്കണേന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല അല്ലെ. ഓരോ ടോപ്പിക്കും ഏതൊക്കെ ഭാഗത്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എക്സാമിൻ്റെ സമയമാകുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാതും കൂടെ നോക്കി ഇരിക്കാനൊന്നും നമുക്ക് പറ്റില്ല അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഓർഗനൈസറായിട്ട് നമ്മൾ ചെയ്യണം. ഓരോ സിലബസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിലേതൊക്കെ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസറായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനായിട്ട്. അല്ലാതെ വേറെ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റിൻ്റെ നോട്ട്സും എല്ലാം കൂടെ ഒപ്പം ഇങ്ങനെ കൂട്ടിക്കലർത്തി എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഓർഗനൈസറായിട്ട് വേണം ചെയ്യാനായിട്ട്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റത്തെ കാര്യം അത് നല്ലോണം ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഓർഗനൈസറായിട്ട് വേണം നമ്മുടെ നോട്ട്സ് ഒക്കെ ചെയ്യാനായിട്ട്. ദെൻ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നോട്ട്സ് എഴുതുന്ന സമയത്ത് കുറേ ഇങ്ങനെ എസ്സേ പോലെ എഴുതാതെ നമ്മളെപ്പോഴും കറക്റ്റായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുള്ളറ്റ് പോയിന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലൈൻസോ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ കുറേ എസ്സേ എഴുതുന്ന പോലെ കുറേ പാരഗ്രാഫായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ലോണം ശ്രദ്ധിച്ച് ഒരു ടോപ്പിക്ക് വായിക്കണമെങ്കിൽ തന്നെ നമുക്ക് കുറേ സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നോട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്.
ക്ലിയർ? ദെൻ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വേണം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് വേണം നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നോട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ നമ്മൾ കാണുന്നുണ്ട്. അത് ആവശ്യമുള്ളതും അനാവശ്യമുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ്. മിസ്സുമാർ പറയുമല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഓരോരോ ടോപ്പിക്സും പറഞ്ഞു തരില്ലേ. അപ്പം അങ്ങനെ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യണം? എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വേണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. അല്ലാതെ എല്ലാതും വലിച്ചു വാരിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഷോർട്ട് നോട്ട്സിൽ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും നമ്മൾ ഹെഡിങ്സും സബ് ഹെഡിങ്സും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് വേഗം പരീക്ഷയുടെ തലേദിവസം നമുക്കിങ്ങനെ നോക്കി കണ്ടുപിടിക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേഗം തന്നെ കറക്റ്റായിട്ട് നല്ല ഹെഡിങ്സും സബ് ഹെഡിങ്സും നല്ല വൃത്തിയിൽ നല്ല പെട്ടെന്ന് കാണുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ കൊടുക്കണം. ദെൻ അടുത്ത കാര്യം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ട് ഡയഗ്രാംസോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്കാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഇതിലേക്കാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഫ്ലോ ചാർട്ടൊക്കെ അല്ലേ, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഭാഷയിൽ ഫുൾ ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്കിനി മലയാളത്തിലാണ് അത് പെട്ടെന്ന്, ചിലർക്കൊക്കെ മലയാളത്തിൽ എഴുതിയാലാണ് അത് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാകാന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിൽ വേണം നിങ്ങൾ നോട്ട്സ് എഴുതാനായിട്ട്. അതേപോലെ തന്നെ ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ന്യൂമോണിക്സോ അല്ലെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ട്രിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നമുക്കിപ്പോൾ ഓരോന്നിൻ്റെ ആയാലും ഇപ്പോൾ ഓരോന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇപ്പോൾ നമ്മുടെ കിങ്ഡം, ഫൈനൽ ക്ലാസ്, ഓർഡർ, ഫാമിലി ഇതിനൊക്കെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, കുറേ ട്രിക്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പ്ലസ് വണ്ണിലെ നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട് അല്ലേ. ആ എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനായിട്ട് മിസ് ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? നമ്മുടെ ഓമനക്കുട്ടന് ട്രാൻസ്ഫർ കിട്ടി, ഹൈദരാബാദിൽ പോയി അവിടെ നിന്ന് ലേസ് കഴിച്ച് ISL കണ്ടു അല്ലേ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വേഗം ഓർമ്മ വരും അല്ലേ. നമ്മുടെ ഓമനക്കുട്ടൻ എന്ന് പറയുമ്പോൾ എന്തിനാ ആലോചിച്ചാൽ മതി, ഓക്സിഡോ റിഡക്ടേസിനെ ആലോചിച്ചാൽ മതി അല്ലേ. ഓമനക്കുട്ടന് ട്രാൻസ്ഫർ കിട്ടി അല്ലേ. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തിനാ ആലോചിച്ചാൽ മതി, നമ്മുടെ ട്രാൻസ്ഫറേസിനെ ആലോചിച്ചാൽ മതി അല്ലേ. ട്രാൻസ്ഫർ കിട്ടി എവിടെയാണ് പോയത്, ഹൈദരാബാദിൽ പോയി. അപ്പോൾ എന്താ ആലോചിച്ചാൽ മതി, ഹൈഡ്രോലേസിനെ ആലോചിച്ചാൽ മതി അല്ലേ. അവിടെ നിന്ന് ലേസ് കഴിച്ചു. ലേസ് എന്ന് പറയുമ്പോൾ എന്താ ആലോചിച്ചാൽ മതി, നമ്മുടെ ലയേസിനെ ആലോചിച്ചാൽ മതി അല്ലേ. ലേസ് കഴിച്ച് ISL കണ്ടു അല്ലേ. അതായത് IS എന്ന് പറയുമ്പോൾ എന്താ ആലോചിച്ചാൽ മതി, IS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസോമറേസ്, ലാസ്റ്റത്തെ L എന്ന് വെച്ചാൽ എന്താണ്, ലിഗേസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കോഡ്സ്, അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് കുറച്ച് കോഡ്സ് ഒക്കെ പറഞ്ഞു തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് അല്ലേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എളുപ്പത്തിൽ നമ്മുടെ തലയിൽ വേഗം കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നല്ല കളർ ചെയ്യണം. അതായത് കളർ കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഷോർട്ട് നോട്ട്സിൽ. അപ്പോൾ എപ്പോഴും കളർ കോഡിങ് അതേപോലെ നമ്മുടെ ഹൈലൈറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഹൈലൈറ്റേഴ്സ് പല കളേഴ്സ് വാങ്ങിക്കോ. എന്നിട്ട് ഓരോന്നിനും തോന്നിയ പോലെ കളർ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ടൈറ്റിലിന് ഇന്ന കളർ കൊടുക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റിൽസിന് മാത്രം നിങ്ങൾ ആ കളർ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ള് ടൈറ്റിൽസിന് മാത്രം ആ കളർ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തോന്നാണ് ഈ കുറച്ച് ആൾക്കാരുടെ സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേരിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കളർ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫുൾ നമ്മുടെ നോട്ട് എഴുതുമ്പോൾ ഫുൾ എന്ത് ചെയ്യണം, ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിന് മാത്രം ആ കളർ കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതിന് നിങ്ങൾക്ക് ഒരു കളർ കൊടുക്കണം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതേ കളർ തന്നെ എല്ലാ കീ കോൺസെപ്റ്റിനും കൊടുക്കാം. അതേപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനും എല്ലാത്തിനും ഇതേപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ കളർ കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക, ഇതേ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, അതാണ് ഞാൻ ഈ കളറിൽ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കളർ കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പം അങ്ങനെ കളർ കോഡിങ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിനും നമ്മുടെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഫ്ലാഷ് കാർഡ്സ് അല്ലേ? ഈ ഫ്ലാഷ് കാർഡ്സ് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കുറേ പേർക്ക് ഓൾറെഡി ഉണ്ടാക്കിയവരുണ്ടാവും. ഇനി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഷ് കാർഡ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പരീക്ഷയുടെ തലേ ദിവസം ആവുന്ന സമയത്ത് ഈ ഫ്ലാഷ് കാർഡ് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയാൽ മതി. നമുക്ക് ഓരോ പോയിന്റ്സ് നല്ല സൂപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിന് ഓരോ ഫ്ലാഷ് കാർഡ്സ് വീതമായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അബ്രിവേഷൻസോ അല്ലെങ്കിൽ സിമ്പിൾസോ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ട്. അല്ലാതെ വലിച്ചു വരി ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ഫുള്ള് ഡയലോഗ് മൊത്തത്തിൽ എഴുതി തീർക്കരുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ എഴുതിയോണ്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എത്രത്തോളം നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റുന്നോ അത്രത്തോളം നമ്മൾ അബ്രിവേഷൻസും അതേപോലെ തന്നെ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ നോട്ട്സിനെ വളരെയധികം ചെറുതാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ നോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു വട്ടം കഷ്ടപ്പെട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി, പിന്നെ അത് അങ്ങനെ തന്നെ കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെഗുലർലി അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടാക്കിയ കാര്യമൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഷോർട്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഓർമ്മയിലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെഗുലർലി നമ്മളിത് റിവൈസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കുള്ളൂ. എന്നാലാണ് നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട്സ് വളരെയധികം ഉപയോഗപ്രദമാകുകയുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റത്തെ കാര്യം എന്താണ്, എപ്പോഴും ഏത് നോട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്തായിക്കാലും അതെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വേണം നിങ്ങൾ അത് നോക്കാനായിട്ട്. അല്ലാതെ കുറേ സാധനങ്ങൾ കുറേ അവിടെ ചുളുങ്ങി മടങ്ങി അങ്ങനെയൊന്നും ഇരിക്കരുത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നമുക്ക് ഓരോ നോട്ട്സ് നിങ്ങൾ പരിപാലിച്ച് കൊണ്ട് നടക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് തോന്നില്ല, പിന്നെ അത് എടുത്ത് നോക്കാനായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നന്നായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നമ്മൾ ഓരോ നോട്ടും നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിസ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ എഴുതാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും കറക്റ്റായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. ഓൾറെഡി ഉണ്ടാക്കിയവരാണെന്നുണ്ടെങ്കിൽ അതും പറയാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അല്ലെങ്കിൽ ഇന്ന് മുതൽ മിസ്സേ ഞങ്ങൾ സെറ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്തിരിക്കും, എന്തായാലും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരിക്കും എന്നാണെങ്കിൽ അതും കൂടെ മിസ്സിൻ്റെ അടുത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. മിസ് നോക്കട്ടെ ആരൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് എന്ന് മിസ് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് മിസ്സേ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഞങ്ങളെ കൊണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഞങ്ങൾക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ +1 മക്കൾക്ക് പൃഥ്വി ബാച്ച് ഉണ്ട് നീറ്റിൻ്റെ. അതേപോലെ തന്നെ +2 മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേദ ബാച്ച് ഉണ്ട്. അപ്പോൾ പൃഥ്വിയിലും വേദ ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ടിപ്സുകളും അതേപോലെ തന്നെ ഇതേപോലെ മിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.